Hi dears, welcome back to EduFix Academy. എക്സാം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇനി എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതെ, എക്സാം സെൻറ്റർ ഇനിയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എക്സാംസ് രജിസ്ട്രേഷൻ ഫോമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഒരു നീല കളറിൽ നിങ്ങൾക്ക് ആഡ് കോഴ്സ് അല്ലെങ്കിൽ ചേഞ്ച് എക്സാം സെൻറ്റർ എന്നുള്ളത് ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലാണ് വരിക. ഈ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റീജിയൻ സെൻറ്റർ, ഈ റീജിയൻ സെൻറ്റർ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നൽകുന്ന റീജിയൻ സെൻറ്റർ ഉണ്ടല്ലോ, അതല്ല കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് പ്ലേസിലാണ്, ഏത് പ്രദേശത്താണോ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട് ചിലപ്പോൾ മലബാർ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ തെക്ക് ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ, കൊച്ചിനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്റർ സെലക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വടകര റീജിയൻ സെൻറ്റർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് കൊച്ചിൻ സെലക്ട് ചെയ്യാം. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എത്തിപ്പെടാൻ സാധിക്കുന്ന പുതിയ ഒരു എക്സാം സെൻറ്റർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു 7 സബ്ജക്റ്റിനാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അഡീഷണലി ഒരു സബ്ജക്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അഡീഷണലി ഒരു സബ്ജക്റ്റ് കൂടി 1, 2 എത്രയാണോ നിങ്ങൾക്ക് ഇനി എഴുതാൻ ബാക്കിയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഒരു പേപ്പറിന് കൂടി, ഒരു സബ്ജക്റ്റിന് കൂടി ഈ ഒരു പുതിയ ഒരു എക്സാം സെൻറ്ററിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് വരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ മുന്നേ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാംസ് മുഴുവനും പുതുതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാം സെൻറ്ററിലേക്ക് മാറ്റപ്പെടും. അതായത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളും പുതുതായി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള പുതിയ സബ്ജക്റ്റുകളും മുഴുവൻ നിങ്ങൾ ഈ ഒരു പുതിയ ഒരു എക്സാം സെൻറ്ററിലേക്ക് എന്ത് ചെയ്യും, മാറ്റപ്പെടും. അപ്പോൾ ഏറ്റവും ഇങ്ങനെ നിങ്ങൾക്ക് 1, 2, 3 തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതായിരിക്കും എക്സാം സെൻറ്റർ വരിക, ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാം സെൻറ്റർ ഏതാണോ അതായിരിക്കും നിങ്ങളെ ടോട്ടൽ എല്ലാ സബ്ജക്റ്റുകൾക്കും എക്സാം എഴുതാനുള്ള സെൻറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്തരത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സിനായി നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യണം, എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ കോൺടാക്ട് നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. താങ്ക്